ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് മാവ് കുഴച്ച് പരത്തിയെടുക്കുകയോ അതല്ലെങ്കിൽ മാവ് മിക്സ് ചെയ്തെടുക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 പൊറാട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് സമയം അടിച്ചെടുത്തിട്ട് ഇത് പൊടിഞ്ഞു പോകരുത്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പൾസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയോ അരഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പലഹാരം നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ബാക്കിയുള്ള ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. അപ്പോൾ ഈ ഒരു പലഹാരത്തിലേക്ക് 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പൊറാട്ടയിലേക്ക് 4 മുട്ട മതിയാവും. നിങ്ങൾ കൂടുതൽ അളവിൽ പൊറാട്ട എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ടയുടെ അളവും കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള പാല് 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1/4 പാൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ പൊടിച്ചതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 2-3 ഏലക്കായയുടെ സീഡ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നേരം ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പീസാക്കി വെച്ചിട്ടുള്ള പൊറാട്ടയിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ഒരു നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഒരു ബൗളിലേക്കൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോരി മാറ്റി വെക്കൽ ഓപ്ഷനിലാണ്. അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കോരി എടുത്ത് വെക്കുന്നത്. അതിലേക്ക് തന്നെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കോരി എടുത്ത ശേഷം ഈ ഒരു നെയ്യ് ഈ ഒരു പാനിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു സ്പാച്ചുലയോ സ്പൂണൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സോസ് പാൻ മാറ്റിയിട്ട് ഒരു പഴയ പാന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും. അവിടെയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. ഇനി ഞാനിവിടെ വേറൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലൊരല്പം നെയ്യ് തേച്ച് കൊടുത്ത് അതിലേക്ക് ഇതൊന്ന് കമഴ്ത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചട്ടിപ്പത്തിരിയുടെ ഒക്കെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. നിങ്ങൾ എന്തായാലും പൊറാട്ടയൊക്കെ ബാക്കിയാകുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഈ ഒരു പൊറാട്ട ഇങ്ങനെ പീസായിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ലെയർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ ഉൾഭാഗമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്